വികസനത്തിന്റെ പേരിൽ പരിസ്ഥിതി നശീകരണത്തിന് ഭരണകൂടം കൂട്ടുനിൽക്കുമ്പോൾ യഥാർത്ഥ പ്രതിപക്ഷമായി പരിസ്ഥിതി പ്രവർത്തകർ മാറണമെന്ന് മേധാ പട്കർ. മണലെടുപ്പും മലിനീകരണവും മൂലം പൂർണ്ണമായും നശിച്ച ഭാരതപ്പുഴയിൽ മേധാ പട്കർ സന്ദർശനം നടത്തി. നിളയുടെ പഞ്ചാരമണലിലൂടെ മേധ പുഴ തിരഞ്ഞിറങ്ങി. കണ്ണീർത്തുള്ളി കണക്കെ ഓരം ചേർന്നൊഴുകുന്ന പുഴയെ നോക്കി ഉറക്കെ ചോദിച്ചു, ഇതിനെയാണോ നിങ്ങൾ ഭാരതപ്പുഴയെന്ന് വിളിക്കുന്നത്? നാഷണൽ അലയൻസ് പീപ്പിൾസ് മൂവ്മെന്റ് പ്രവർത്തകരും ഭാരതപ്പുഴ സംരക്ഷണ സമിതി പ്രവർത്തകരും പുഴയുടെ ഗതകാല ചരിത്രം പറഞ്ഞുകൊടുത്തു. മണലെടുപ്പും വൻ ഖനനങ്ങളും ചെറുതും വലുതുമായ കയ്യേറ്റങ്ങളും മൃതതുല്യാക്കിയ നിളയിൽ പൊരിവെയിലും മേധയും ഒപ്പമുള്ളവരും ഉറക്കെ പാടി. മലിനമായ ജലാശയം അതിമലിനമായ. തുടർന്ന് പുഴയോരത്ത് ചേർന്ന കൺവെൻഷൻ മേധാ പട്കർ ഉദ്ഘാടനം ചെയ്തു. വികസനത്തിന്റെ പേരിൽ പരിസ്ഥിതി നശീകരണത്തിന് ഭരണകൂടം കൂട്ടുനിൽക്കുമ്പോൾ യഥാർത്ഥ പ്രതിപക്ഷമായി പരിസ്ഥിതി പ്രവർത്തകർ മാറണമെന്ന് മേധാ പട്കർ പറഞ്ഞു. It's very sad, but it is also a challenging task because every river in this country is getting lost. Narmada also is facing the great challenge while it is still flowing with huge quantum of water that can get lost within next 5 years. രമേശ് നെന്മാറയ്ക്കൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, റിപ്പോർട്ടർ, പാലക്കാട്.